ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ കന്നിരാശി മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠ. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുള്ളത്. നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന് ദേവപ്രശ്നവിധി അനുസരിച്ചാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചത്. പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10-ന് നട അടയ്ക്കും. തുടർന്ന് കർക്കടക മാസ പൂജയ്ക്കായി ഈ മാസം 16-ന് നട തുറക്കും. ഭക്തരുടെ ചിരകാല അഭിലാഷത്തിന് ഇന്ന് സഫലമായിരിക്കുകയാണ്. 2013 ദേവപ്രശ്നത്തിലൂടെ കണ്ടെത്തിയ നവഗ്രഹ പ്രതിഷ്ഠാ സമർപ്പണം ഇന്ന് മാളികപ്പുറത്ത് നടന്നിരിക്കുകയാണ്. ബഹുമാന്യനായ തന്ത്രി കണ്ഠരര് രാജീവര് അതിന്റെ പുണ്യകർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. എത്രയോ കാലത്തെ ഭക്തജനങ്ങളുടെ ആഗ്രഹവും ആവശ്യവുമാണ് മാളികപ്പുറത്ത് നവഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ. അത് സഫലമാക്കാൻ കഴിഞ്ഞതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ കടമയാണ്. വരുന്ന മകരവിളക്ക് മഹോത്സവത്തിനും തുടർന്നുള്ള മാസപൂജയ്ക്കും പൂജയ്ക്കുമായിട്ടൊക്കെ തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ്. അതായത് നമ്മൾ ഈ നിലവിലുണ്ടായിരുന്ന നവഗ്രഹ ക്ഷേത്രം അവിടെ നിന്ന് മാറ്റി പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. ഈ നിലവിലുണ്ടായിരുന്ന മണ്ഡപം പൊളിച്ച് മാളികപ്പുറത്തിന്റെ തറയ്ക്ക് സമാന്തരമായി ശിലപാകി ഗംഭീരമാക്കുക എന്നുള്ളതാണ്.